നമ്മൾ പോകുന്നത് വെള്ളരിക്കുണ്ട് പ്രകാശ് എസ്റ്റേറ്റ് വഴി കാറളം വ്യൂ പോയിന്റ് കണ്ട ശേഷം പണ്ട് ഇറ്റലിക്കാരനായ വൈദികൻ ജോൺ ടഫറേൽ സ്ഥാപിച്ച ചെമ്പഞ്ചേരി പള്ളിയും കണ്ട് പിന്നീട് കായക്കുന്നിലേക്ക് കുത്തനെയുള്ള മലകയറ്റമാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ പദ്ധതി. പോവാം. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നാടുകാണി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടുവാർത്തകളും നാട്ടുകാഴ്ചകളും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പോകുന്നത് വെള്ളരിക്കുണ്ട് ടൗണിന്റെ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു മലമുകളിലേക്കാണ്. ഭാവിയിൽ വെള്ളരിക്കുണ്ട് ടൗണിനെ കേരള ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിക്കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് വെള്ളരിക്കുണ്ട് പാത്തിക്കരയിലെ കായക്കുന്ന് ഹിൽ വ്യൂ പോയിന്റ്. ഇപ്പോൾ അങ്ങനെ വ്യൂ പോയിന്റ് ഇല്ലെങ്കിലും കുറച്ച് പരിശ്രമിച്ചാൽ ഭാവിയിൽ നല്ലൊരു വ്യൂ പോയിന്റായി മാറുവാൻ സാധ്യതയുള്ള സ്ഥലം. ഞാൻ ഇതുവരെ പോയില്ലെങ്കിലും സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ പോകുന്നത് വെള്ളരിക്കുണ്ട് പ്രകാശ് എസ്റ്റേറ്റ് വഴി കാറളം വ്യൂ പോയിന്റ് കണ്ട ശേഷം പണ്ട് ഇറ്റലിക്കാരനായ വൈദികൻ ജോൺ ടഫറേൽ സ്ഥാപിച്ച ചെമ്പഞ്ചേരി പള്ളിയും കണ്ട് പിന്നീട് കായക്കുന്നിലേക്ക് കുത്തനെയുള്ള മലകയറ്റമാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ പദ്ധതി. പോവാം. വടക്കാവുന്ന നേരെ കാണുന്നത് അതിന്റെ താഴ്വശമുള്ളതാണ് വെള്ളരിക്കുണ്ട് ടൗൺ. ഈ വടക്കാവുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഏകദേശം ടൗണുകളുള്ളത്. പരപ്പ, കനകപ്പള്ളി, കാരാട്ട്, അവിടെ ഇപ്പൊ ഒരു കോറയെല്ലാം വരുന്നുണ്ട്. ഇവിടെയുള്ള ഏറ്റവും ഉയരത്തുള്ള സ്ഥലമല്ല കാണുന്നില്ലേ? ാണ് മറ്റേ ഇത് ബേക്കല് കാഞ്ഞങ്ങാട് അങ്ങനെ നിരപ്പ് കാണുന്നില്ലേ? ബേക്കല് കാഞ്ഞങ്ങാട് ഇങ്ങോട്ട് വരും കേട്ടോ. ഇത് മല കാണുന്നുണ്ട്, അത് ഏഴിമലയാണ്. ആ ഏഴിമല അങ്ങ് ദൂരെ. ആ വലിയ മലയില്ല, ആ കാണുന്ന മല പറഞ്ഞാൽ ഏഴിമലയാന്നാവും. ചെമ്പഞ്ചേരി പള്ളി അല്ലേ? ചെറിയൊരു ടൗൺ. ഇവിടുത്തെ സ്കൂള്. ഇത് സ്ഥാപിച്ച ഒരു ഇറ്റലിക്കാരനായ ഒരാളല്ലേ? ഇറ്റലിക്കാരനായ ഒരു ഫാദർ.
വരുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആനമഞ്ഞൾ പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് വന്ന് ഈ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് നേരെ റൈറ്റ് റോഡുണ്ട് മുകളിലേക്ക്. ഇതിലേക്ക് കയറിയാൽ മതി എന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം അതിൽ കൂടെ. കാപ്പിയും കൊക്കോ അല്ലടാ ഇവിടുത്തെ ഫുള്ള്. നമ്മളിപ്പോൾ ഏകദേശം അങ്ങ് മുകളിലെത്തി. ഇവിടുന്ന് നോക്കി നമ്മളെ വെള്ളരിക്കുണ്ട് ടൗൺ അടിപൊളിയായി കാണാൻ പറ്റും. ഇതാണ് വെള്ളരിക്കുണ്ട് ടൗണ്. അതാണ് നമ്മളിപ്പോൾ കടന്നു വന്ന ചെമ്പഞ്ചേരി പള്ളി അല്ലേ ഇങ്ങനെ കാണുന്നത്. നമ്മൾ അവിടുന്ന് ഇപ്പോൾ വന്ന അവിടുന്ന് അങ്ങോട്ട് വന്നു. തലയോർത്തി നിൽക്കുന്ന നമ്മൾ വടക്കാങ്കുന്നാന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇതാണ് വടക്കാങ്കുന്ന്. വടക്കാങ്കുന്നിൻ്റെ താഴ്വാരത്തിൽ വെള്ളരിക്കുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് തേക്കിൻ തോട്ടമാണ്. തേക്കിൻ്റെ തോട്ടം. ഇവരിവിടെ പണിക്ക് വന്നാന്ന് തോന്നുന്നു, മറ്റേ കാടടിക്കാൻ വേണ്ടിയിട്ട്. തേക്കിൻ തോട്ടം. ആയക്കുന്ന് വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഡിസ്റ്റൻസ്. പാത്തിക്കര ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ. ഒരു ഹയസ്റ്റ് പോയിൻ്റാണ്. ഇവിടെയാണ് കായക്കുന്നിൻ്റെ അവസാനം, റോഡിൻ്റെ അവസാനം. ഇവിടെ ഒരു ചെറിയ കുരിശടിയെല്ലാം ഉണ്ട്. ഇതിലേ നമ്മൾ വന്നു. കുറച്ച് കാട് ആയതുകൊണ്ട് അധികം നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും ഇത് വെള്ളരി കൊണ്ട് പോകും. നമ്മൾ കുറച്ചും കൂടെ മുകളിലോട്ട് നടക്കണം. ടവറുണ്ട്. ആ ടവറിൻ്റെ അവിടെ നിന്ന് ലാസ്റ്റ് പോയിന്റ്. പക്ഷെ ഇവിടെ എത്താൻ ഭയങ്കര പാടാണ്. തേക്കും തോട്ടമാണോ? തേക്കും തോട്ടം. ആ പുല്ലാണ്ട്
അത് സ്കൂളല്ലേ? കടല് കാണാൻ പറ്റുമോ?